ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മഹലനോബിസ് മോഡലിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് പാർട്ട് കാണാവുന്നതാണ്. അതിൽ ദ സിംഗിൾ സെക്ടർ മോഡലാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ ഇതിൽ 2 സെക്ടർ മോഡലാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. മഹലനോബിസ് മോഡൽ ഇത് 2 സെക്ടർ മോഡലാണ്. 1953 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദിസ് ഈസ് ദ ബേസിസ് ഫോർ 4 സെക്ടർ മോഡൽ. അതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ 2 സെക്ടർ മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് 4th സെക്ടർ മോഡൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് മോഡൽ മഹലനോബിസ് ഫോക്കസ്ഡ് ഓൺ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രിയിലാണ് ഇദ്ദേഹം ഈ മോഡലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ മോഡലിൻ്റെ അസംഷൻസിലേക്ക് കടക്കാം. അതായത് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് എക്കോണമി വിത്ത് നോ ഫോറിൻ ട്രേഡ്. അതൊരു ക്ലോസ്ഡ് എക്കോണമിയാണ്, അതായത് ഫോറിൻ ട്രേഡ് ഒന്നും നടക്കുന്നില്ല, എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഒന്നും നടക്കുന്നില്ല. ഡിവിഷൻ ഓഫ് എക്കോണമി ഇൻ ടു 2 സെക്ടർ. ഈ എക്കോണമി 2 സെക്ടറായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ക്യാപിറ്റൽ ഗുഡ് സെക്ടറും മറ്റേത് കൺസ്യൂമർ ഗുഡ് സെക്ടറും. പിന്നെ നോ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സെക്ടർ ടു അനദർ. അതായത് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ നിന്ന് കൺസ്യൂമർ ഗുഡ് സെക്ടറിലേക്കോ തിരിച്ചോ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സപ്ലൈ ഓഫ് ഗുഡ്സ്. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങൾ തീരുമാനിക്കുന്നത്. മറിച്ച് എന്തല്ലാണ്ട് നോട്ട് ബൈ എനി കൺസിഡറേഷൻ റിഗാർഡിംഗ് റിട്ടേൺസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. ഓക്കെ, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. ദർ ഈസ് ഫുൾ കപ്പാസിറ്റി ഓൺ പ്രൊഡക്ഷൻ ഇൻ ബോത്ത് സെക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലും കൺസ്യൂമർ ഗുഡ് സെക്ടറിലും ഫുൾ കപ്പാസിറ്റി ഓൺ പ്രൊഡക്ഷനാണ്. അതായത് ഒരു റിസോഴ്സും ഐഡിയലായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളത്, വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, ദ പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. വില കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇത്രയും അസംഷൻസിൻ്റെ പുറത്താണ് ഇദ്ദേഹം ഈ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് ഈ മോഡലിലെ കുറച്ചുകൂടെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. ദിസ് മോഡൽ മേക്സ് എ ഷിഫ്റ്റ് ഫ്രം അഗ്രഗേറ്റീവ് ടു സെക്ടറൽ പ്ലാനിങ്. അതായത് ഇപ്പം അഗ്രഗേറ്റ് ആയിട്ടുള്ള രാജ്യത്തിനെ മൊത്തത്തിൽ ഒറ്റ യൂണിറ്റായിട്ട് കാണാതെ സെക്ടർ വൈസ് തിരിച്ചിട്ടാണ് ഈ മോഡൽ റൺ ചെയ്യുന്നത്. പിന്നെ ടോട്ടൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് ഡിവൈഡഡ് ഇൻറ്റു ലാംഡ കെ ആൻഡ് ലാംഡ സി. അതായത് ലാംഡ കെ ലാംഡ സി ഇങ്ങനെ 2 ഇതായിട്ടാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനോട് ചേർത്ത് വെച്ചാൽ 1 കിട്ടത്തില്ലേ. അപ്പം ദെൻ ലാംഡ കെ പ്ലസ് ലാംഡ സി ഈസ് ഈക്വൽ ടു 1. മനസ്സിലായില്ലേ? അപ്പം ഇതിൽ ലാംഡ കെ എന്ന് പറയുന്നത് proportion of investment which was used to increase the production of investment goods. മനസ്സിലായില്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ലാംഡ കെ. എന്നാൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ലാംഡ സി എന്ന് പറയുന്നത്. പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് വാസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, അതാണ് ലാംഡ സി. ഇനി ദ വാല്യൂ ഓഫ് 2 ഫാക്ടേഴ്സ് ആർ സെറ്റിൽഡ് ബൈ ചോയ്സ് ഓഫ് പ്ലാനേഴ്സ്. അത് നേരത്തെ പറഞ്ഞ ലാംഡ കെ ലാംഡ സി അതിൻ്റെയൊക്കെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ പ്ലാനേഴ്സിൻ്റെ ചോയ്സാണ്. അത് എത്ര വാല്യൂ അതിന് കൊടുക്കണം എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം ദ വാല്യൂ അസൈൻഡ് ടു ലാംഡ കെ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ടു ദ എക്കോണമി. അപ്പം ഈ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ടു ദ എക്കോണമി, അതായത് എക്കോണമിക്ക് എത്ര ക്യാപിറ്റൽ ഗുഡ്സ് ആണോ സപ്ലൈ ചെയ്യുന്നത്, ഇതാണ് ലാംഡ കെയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. ഇപ്പം പിന്നെ മഹലനോബിസിൻ്റെ ഈ 2 സെക്ടർ മോഡലിലൂടെ മഹലനോബിസിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വാസ് ടു ഡെവലപ്പ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി ആൻഡ് മേക്ക് പ്രോഗ്രസ് ഫോർ ഇന്ത്യ. അത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിലൂടെ ഇന്ത്യയെ പ്രോഗ്രസ്സിലേക്ക് നയിക്കുക. അതായിരുന്നു മഹലനോബിസിൻ്റെ ഈ മോഡലിലൂടെ ഉള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഈ മോഡൽ മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം. അതായത് ദ മോഡൽ ക്യാൻ ബി റിട്ടൺ ആസ് ബീറ്റ ഈസ് ഈക്വൽ. ഇവിടെ ബീറ്റ എന്ന് പറയുന്നത്, ബീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ പ്രൊഡക്ടിവിറ്റി കോ എഫിഷ്യൻ്റ് ആണ് ബീറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. ബീറ്റ ഈസ് ഈക്വൽ ടു β1 ഡോ1 പ്ലസ് β2 ഡോ2 ഹോൾ ഡിവൈഡഡ് ബൈ ഡോ1 പ്ലസ് ഡോ2. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇനി വരുന്ന ഇക്വേഷൻസിൽ ഇതിൻ്റെ വാല്യൂസ്, അതായത് എന്താണെന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഡോ1 എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോയിങ് ടു ക്യാപിറ്റൽ ഗുഡ് സെക്ടറാണ്. ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലേക്ക് പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോർഷനാണ് ഡോ1 എന്ന് പറയുന്നത്. ഡോ2 എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സ് സെക്ടറിലേക്ക് പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോർഷനാണ്. പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോയിങ് ടു കൺസ്യൂമർ ഗുഡ് സെക്ടർ. β1 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ക്യാപിറ്റൽ റേഷ്യോ ഇൻ ക്യാപിറ്റൽ ഗുഡ് സെക്ടർ. ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലെ ഔട്ട്പുട്ട് ക്യാപിറ്റൽ റേഷ്യോ ആണ്. എന്നാൽ β2 എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ് സെക്ടറിലെ ഔട്ട്പുട്ട് ക്യാപിറ്റൽ റേഷ്യോ ആണ്. അതായത് ഔട്ട്പുട്ട് ക്യാപിറ്റൽ റേഷ്യോ ഇൻ കൺസ്യൂമർ ഗുഡ് സെക്ടർ. ഇനി നമുക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിലേക്ക് കടക്കാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലാംഡ കെ പ്ലസ് ലാംഡ സി ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ
ലാംഡ ഹിയർ ലാംഡ സൂചിപ്പിക്കുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, കെ ക്യാപിറ്റലാണ്, സി കൺസ്യൂമറാണ്, കൺസ്യൂമർ ഗുഡ് സെക്ടറിലെ കൺസ്യൂമറാണ്. എന്നാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞില്ലേ ഡോ 1 എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോയിങ് ടു ക്യാപിറ്റൽ ഗുഡ് സെക്ടർ എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഡോ 2 എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോയിങ് ടു കൺസ്യൂമർ ഗുഡ് സെക്ടറാണ്. അപ്പോൾ ഇതിന് പകരം ഈ ലാംഡ കെക്കും ലാംഡ സിക്കും പകരം ഡോ 1 പ്ലസ് ഡോ 2 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വൈ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് സി ആണ്. ഇത് ഓർത്ത് വെച്ചോണം. അതായത് വൈ എന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് സി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് കൺസംഷൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ബേസിലാണ് ഞാനിനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് എഴുതാൻ പോണത്. ഓക്കെ, ഞാനിനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് പറയാൻ പോവുകയാണ്. അതായത് ഇത് അവസാനം ഈ ഇക്വേഷൻസ് എല്ലാം ചെയ്ത് അവസാനം കിട്ടുന്നത് ഡോ 1 ബീറ്റ 1 എന്നൊരു വാല്യൂ ആണ് ഇതിൽ കിട്ടുന്നത്. അതിൽ നമുക്കറിയാം ഡോ 1 എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോയിങ് ടു ക്യാപിറ്റൽ ഗുഡ് സെക്ടർ, ബീറ്റ 1 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ക്യാപിറ്റൽ റേഷ്യോ ഇൻ ക്യാപിറ്റൽ ഗുഡ് സെക്ടർ. അപ്പോൾ ഇതിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ ഇത്രയും ഡെറിവേഷൻസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു y ഈസ് ഈക്വൽ ടു ഐ പ്ലസ് സി എന്ന ഇക്വേഷനിൽ നിന്നാണ് ഞാൻ എൻ്റെ ബേസ് കിടക്കുന്നത്. അപ്പോൾ y ഈസ് ഈക്വൽ ടു ഐ പ്ലസ് സി ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വൈ ടി, അത് ചേഞ്ച് ഇൻ ഇൻകം നോക്കുക, ഡെൽറ്റ വൈ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ടി പ്ലസ് ഡെൽറ്റ സി ടി. ഓക്കെ, ഇത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി ഡെൽറ്റ ഐ ടി ഈസ് ഈക്വൽ ടു ഐ ടി മൈനസ് 1. ഇനി നോക്കുക ഐ ടി മൈനസ് ഐ ടി മൈനസ് 1 എന്നതിന് പകരം ഡോ 1 ബീറ്റ 1 ഐ ടി മൈനസ് 1 എന്ന് അതിന് പകരമായിട്ട് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ സി ടിനെ സി ടി മൈനസ് സി ടി മൈനസ് 1 എന്ന് എഴുതാം. അതിന് പകരം ഡോ 2 ബീറ്റ 2 ഐ ടി മൈനസ് 1 എന്നും എഴുതാം. ഓക്കെ, ഇനി ഞാൻ ആദ്യം എഴുതിയ ഇക്വേഷൻ വീണ്ടും എടുത്തെഴുതുകയാണ്. ഡെൽറ്റ വൈ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ടി പ്ലസ് ഡെൽറ്റ സി ടി. ഇനി ഞാൻ ഡെൽറ്റ ഐ ടിക്കും ഡെൽറ്റ സി ടിക്കും പകരം തൊട്ട് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ വാല്യൂ ഞാൻ ഇവിടെ എടുത്ത് എഴുതുകയാണ്. ഡോ 1 ബീറ്റ 1 ഐ ടി മൈനസ് 1 പ്ലസ് ഡോ 2 ബീറ്റ 2 ഐ ടി മൈനസ് 1. ഓക്കെ, ഇനി ഡെൽറ്റ വൈ ടി ഈസ് ഈക്വൽ ടു ഐ ടി മൈനസ് 1 ഇൻറ്റു ഡോ 1 ബീറ്റ 1 പ്ലസ് ഡോ 2 ബീറ്റ 2. ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. ഇത് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി മൈനസ് 1നെ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് ബാക്കിയെല്ലാം ബ്രാക്കറ്റിൽ കൊടുത്തപ്പോഴാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ഇനി ഡെൽറ്റ വൈ ടി എന്ന് പറയുന്നത് മുകളിൽ കാണുന്ന പോലെ ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ വൈ ടി മൈനസ് 1 എന്ന് പറയുന്നത് എങ്ങനെ വരും? ഐ ടി മൈനസ് 2 എന്ന് പറയും. ബാക്കിയുള്ളതെല്ലാം ബ്രാക്കറ്റിൽ അതുപോലെ എഴുതും. അതിനെ മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് മൂന്നാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ മൂന്നാമത്തെ ഇക്വേഷൻ. അതായത് 2ൻ്റെയും 3ൻ്റെയും ഡിഫറൻസ് കണ്ടിട്ട് 3 കൊണ്ട് മൂന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കാം. അത് ഡെൽറ്റ വൈ ടി മൈനസ് ഡെൽറ്റ വൈ ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ടി മൈനസ് 1. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസാണ് ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ഡെൽറ്റ വൈ ടിയുടെ വാല്യൂ ഇടത് വശത്ത് നോക്കിയിട്ട് അതുപോലെ എഴുതിയിരിക്കുന്നു, മൈനസ് ഡെൽറ്റ വൈ ടി മൈനസ് 1ൻ്റെ വാല്യൂ വല സൈഡ് അതുപോലെ എഴുതി. ഞാൻ മൊത്തം വായിക്കുന്നില്ല. അടിയിൽ ആ മൂന്നാമത്തെ ഇക്വേഷൻ അതായത് ഡെൽറ്റ വൈ ടി മൈനസ് 1ൻ്റെ വാല്യൂ അതുപോലെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇത്രയും ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞിരിക്കുന്നത് അത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, പ്ലസ് സൈനും കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാതെ പ്ലസോ മൈനസോ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാതെ ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിട്ട് മുകളിൽ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് മാത്തമാറ്റിക്കലി നമുക്ക് അറിയാവുന്നതാണ്. ഇനി ബാക്കിയുള്ളത് നമ്മൾ താഴെ എടുത്ത് എഴുതുന്നു. ഐ ടി മൈനസ് 1 മൈനസ് ഐ ടി മൈനസ് 2 ബൈ ഐ ടി മൈനസ് 2 എന്ന് കിട്ടുന്നു അല്ലേ. അപ്പോൾ ഇതിനെ ഐ ടി മൈനസ് 1 മൈനസ് ഐ ടി മൈനസ് 2വിനെ നമ്മൾക്ക് വേറെ രൂപത്തിൽ എഴുതാം. ഡെൽറ്റ ടി മൈനസ് 1 എന്ന് എഴുതാം. അടിയിലുള്ളത് ഐ ടി മൈനസ് 2 അതുപോലെ എഴുതി. ഓക്കെ, ഇനി ഡെൽറ്റ ടി മൈനസ് 1 പകരം ഡോ 1 ബീറ്റ 1 ഐ ടി മൈനസ് 2 എന്ന് എഴുതാം. അടിയിലുള്ളത് ഐ ടി മൈനസ് 2 അതുപോലെ എഴുതി. അപ്പോൾ താഴെയുള്ള ഐ ടി മൈനസ് 2ഉം മുകളിലുള്ള ഐ ടി മൈനസ് 2ഉം ക്യാൻസലായി പോയി. ഡോ 1 ബീറ്റ 1 എന്ന് മാത്രം വന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. ദിസ് ഷോസ് ദാറ്റ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ആബ്സല്യൂട്ട് ഇൻകം ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ അലോക്കേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ക്യാപിറ്റൽ ഗുഡ് സെക്ടർ ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയും പ്രൊഡക്ടിവിറ്റിയെയും മാത്രം ആശ്രയിച്ചാണ് അബ്സല്യൂട്ട് ഇൻകം ഗ്രോത്തിൽ ഉണ്ടാകുന്ന പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫോർത്ത് സെക്ടർ മോഡലുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.